ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. 5 വർഷത്തെ സേവനം പൂർത്തിയാക്കി വാർഡ് മെമ്പർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന 12ാം വാർഡ് മെമ്പർ എം രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് കോയിപ്ര കർഷക സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. കോയിപ്ര AV സ്മാരക മന്ദിര ജംഗ്ഷന് മുന്നിൽ സ്ഥാപിച്ച ദിശാസൂചക ബോർഡിന്റെ പ്രകാശന കർമ്മവും ഇതോടനുബന്ധിച്ച് നടന്നു. വെള്ളോറ ലോക്കൽ സെക്രട്ടറി KC രാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KK ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. മുൻ എരവംകുറ്റൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ KC രാജൻ വാർഡ് മെമ്പർ M രാധാകൃഷ്ണൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പൊതുപ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മാസ്റ്റർ കക്ഷി രാഷ്ട്രീയ ഭേദമേനിയെ ഏവർക്കും പ്രിയങ്കരനായിരുന്നെന്നും വൻ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും തുടർ പ്രസംഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ദിശാസൂചക ബോർഡിന്റെ പ്രകാശനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KV ഗൗരി, CV അനിൽകുമാർ, KV കൃഷ്ണൻ, KP പ്രകാശൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കർഷക സ്വാശ്രയ സംഘം സെക്രട്ടറി KC ഫൽഗുനൻ നന്ദി പ്രകാശിപ്പിച്ചു. ഷൈജു രാജ് ബക്കളം, മനീഷ് MK, രഞ്ജിത്ത് KV, ബഷീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാർട്ടി നേതൃത്വത്തിൽ രാധാകൃഷ്ണനെ സമീപിച്ചപ്പോൾ മറ്റല്പം വൈമുഖ്യം കാണിച്ചിരുന്നു. ഇതൊരു വലിയ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ വഴങ്ങി പാർട്ടി ആ സ്ഥാനം പാർട്ടിയുടെ പ്രതീക്ഷ ഒത്തു വരാനും ഒരു പഞ്ചായത്തുകൾ നിർവഹിച്ചു നാടിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലൊക്കെ നല്ല സഹകരണം ഉണ്ടാക്കാൻ മെച്ചമുണ്ടാക്കാൻ എല്ലാം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അഭിമാനമായി മാറിയിട്ടുണ്ട്. നിങ്ങളെ ഓർമ്മയുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ഈ വാർഡിൻ്റെ കൂടെ സമയത്തെ ചരിത്രം വെച്ച് പരിശോധിക്കുമ്പോൾ മാഷ് തന്നെ നമ്മുടെ ഏറ്റവും അവസാനം 1ാം റൗണ്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ 2ാം ബൂത്ത് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് ലീഡ് കിട്ടിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇനി ഞങ്ങളില്ല. ഞാൻ കൗണ്ടിങ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. 2ാം ബൂത്തിനകത്ത് എഴുതി തീരുമ്പോൾ 2ാം ബൂത്തിനകത്ത് നമുക്ക് മാറ്റി വാർഡ് പത്രം നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടെ നിൽക്കാനല്ല ഞാൻ മാഷിനെ അഭ്യർത്ഥിക്കുന്നു. രംഗത്ത് മാഷിന്റെ സേവനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. ഇത് കോയിപ്ര പോലെ പ്രദേശം ഇതിനാളുകൾ കട്ടവഴി നിൽക്കുന്ന ഘട്ടത്തിനകത്ത് അവിടെ നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തേക്ക് പ്രവർത്തനത്തിൽ ഭാവിയിലും ഉണ്ടാവണമെന്ന് ഞാൻ മാഷിൽ പല വ്യക്തിത്വം മറ്റ് വാർഡുകളിലൊക്കെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എല്ലാവിധ പ്രോത്സാഹനം കൊടുക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ അത്രയായിട്ട് നമുക്ക് നടത്തുന്നത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പട്ടം വെച്ചിട്ട് 2016 അപ്പോൾ നമ്മൾ അന്നത്തെ MLA ശ്രീകൃഷ്ണൻ എൻ്റെ കൂടെ 2-3 ആണ്ട് എത്ര വർഷമാണ് ഞങ്ങൾക്ക് പ്രചോദനമായ തന്നെ നമുക്ക് സാധിക്കും. വികസനം വന്ന പാടില്ല എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെ വിജയം. അങ്ങനെ ഒരു സാധ്യത അങ്ങനെ ഒരു നമ്മളെ പാടിൽ എവിടെയും അങ്ങനെ പറയാൻ പറ്റും. തന്നെ വികസനം ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ ഇത്രയും വികസനം വന്ന പാട് വേറെ ഇല്ലാന്ന് പറയുന്നത് തീർച്ചയായും ആ നിലക്കുള്ള ഒരു വികസനം നമ്മുടെ വാർഡിൽ നടത്താൻ മാഷിക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുവിൽ പഞ്ചായത്തിൽ പൊതുവിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള ഒരു ഫണ്ടിങ്ങിൻ്റെ രീതി വികസന പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് തീർച്ചയായും എന്നോട് വ്യക്തിപരമായി പല ആളുകളും മനസ്സായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പല കോണുകളിൽ നിന്നുള്ള നിർബന്ധം ഉണ്ടായപ്പോഴാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മത്സരിക്കുന്നതിന് മുമ്പ് എന്നോട് നല്ല ഭൂരിപക്ഷത്തിൻ്റെ വാർഡാണെന്നുള്ള ഇവരെന്നോട് പറഞ്ഞത്. മത്സരിച്ച് ഇതെല്ലാം കൊടുത്ത് 2 ആഴ്ച കഴിയുമ്പോൾ 124 വോട്ട് ഷോർട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാനാകെ തളർന്നുപോയി. കാരണം ആദ്യം തന്നെ നിന്നിട്ട് ഈ വാർഡിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചൊരു വാർഡ്. അന്ന് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ തന്നെ അന്ന് പോയിട്ടും അവിടുന്ന് പരിശോധിച്ചപ്പോൾ കോവിഡ് അതിൻ്റെ ഒപ്പിടാൻ പോലും ഭയങ്കര പ്രവർത്തനം. 10-25 ആൾ ഞാനിങ്ങനെ വീടിൻ്റെ മേലെ ഇപ്പോൾ ഈ കോവിഡായിരുന്നു. അപ്പോൾ ഒരു 10-25 ആളുകൾ
ഇങ്ങനെ പ്രവർത്തനങ്ങളായില്ല വീടും കയറുമ്പോൾ നമ്മൾ അന്ന് ആദ്യത്ര നല്ല പ്രവർത്തനമല്ല, ചെറിയ പ്രവർത്തനമായിരുന്നു നമ്മൾ. പിന്നീട് ഒരു ഇറക്കം ഇറങ്ങി, അതൊരു ഭയങ്കര ആവേശം ഉണ്ടാക്കുന്നില്ല. പിന്നെ എല്ലാവരും ഒരു 10-15 നമ്മൾ ഇറങ്ങിയിട്ട് ഒരു പ്രവർത്തനം. അങ്ങനെയാണ് പിന്നെ സ്ഥാനാർത്ഥി കണ്ടപ്പോൾ ഞാൻ ശരിക്കും തോന്നി. 10ാം വാർഡ് തൂക്കുന്ന വാർഡ് അത് ജയിച്ചു. 11ാം വാർഡ് കരിപ്പാലും പറഞ്ഞ് കഷ്ടിയാന്ന് പറഞ്ഞു, അതും ജയിച്ചു. ഇവിടെ 124 ഷോട്ട്. അപ്പോൾ ആദ്യത്തെ ബൂത്ത് എത്തിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ കണക്കൂട്ട പ്രകാരം വോട്ടില്ല. ഇക്ബാലിന് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, കാര്യം പോക്കനെ. അവിടെ പിന്നെ പോലീസിന്റെ നമ്മുടെ അടുത്ത ദിവസത്തെ പ്രകടനത്തിന് അടുത്ത ദിവസത്തെ മൈക്ക് പെർമിഷൻ ഒക്കെ അത്രയും ഉറപ്പുണ്ട്, അത്ര ഉറപ്പുണ്ട്. അവരെന്നെ ചില നമ്മുടെ അടുത്ത ചില മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാഷെന്തായാലും ഞാൻ തോക്കുന്നുണ്ട്. അപ്പൊ 19 വാർഡ് ജയിച്ചപ്പോൾ ഭയങ്കര വിഷമമായി. ഈ 1ാമത്തെ ബൂത്ത് കഴിഞ്ഞപ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞു, കാര്യം പോക്കനെ. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമ തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ്, ചെറുപുഴ, കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ്, ചെറുപുഴ, കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.